നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കോപ്പ ഡെൽ റേയിലെ റയൽ മാഡ്രിഡിന് തകർപ്പൻ ജയം. ഏകപക്ഷീയമായ 5 ഗോളുകളുടെ വിജയമാണ് അവർ ഡിപ്പോർട്ടീവോ മിനേറയ്ക്കെതിരെ നേടിയിരിക്കുന്നത്. പൊളിച്ചടുക്കിയ പ്രകടനം നടത്തിയ ആർദ ഗ്യൂളർ ഇരട്ട ഗോളുകൾ. ലൂക്ക മോഡ്രിച്ച് കഴിഞ്ഞ കളിയിൽ അദ്ദേഹം ഗോളടിച്ചിരുന്നു. ഗോളടി തുടരുന്നു. ഈ പ്രായത്തിലും തൻ്റെ ഗോളടി മികവിന് ഒട്ടും കുറവില്ലെന്ന് അദ്ദേഹം തെളിയിക്കുന്നു. അദ്ദേഹം ഗോളടിച്ചു. കമവിംഗയുടെ ഗോള്, ഫെഡെ വാൽവെർദയുടെ ഗോള് എല്ലാം കൂടിയാകുമ്പോൾ 5-0 തകർപ്പൻ വിജയമാണ് മിനേറയ്ക്ക് മേൽ ഇപ്പോൾ റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയിരിക്കുന്നത്. കോപ്പ ഡെൽ റേയുടെ റൗണ്ട് ഓഫ് 32 കടന്ന് അവർ മുന്നോട്ട് പോയിരിക്കുന്നു. മത്സരത്തിൽ റയൽ മാഡ്രിഡിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് എൻട്രിക്ക്, ബ്രൈൻ ഡയസ്, ആർദ ഗ്യൂളർ എന്നിവരൊക്കെ ഒരുമിച്ചാണ് അണിനിരന്നത്. ലൂക്ക മോഡ്രിച്ചും കമവിംഗയും ഫെഡെ വാൽവെർദയും മധ്യനിരയിലുണ്ടായിരുന്നു. ഫെഡെ വാൽവെർദയൊക്കെ എല്ലാ മത്സരങ്ങളും കളിക്കുകയാണ്. അത് ഫെഡെ കളിക്ക് ശേഷം പറഞ്ഞു, ആഞ്ചലോട്ടി എന്നെ എല്ലാ കളികൾക്കും സ്റ്റാർട്ടിംഗ് പ്ലെയറായിട്ട് പരിഗണിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്ന്. എന്തായാലും കളിയുടെ 5-ാമത്തെ മിനിറ്റിൽ തന്നെ ആ സന്തോഷം അദ്ദേഹം പ്രകടിപ്പിച്ചു. റയലിൻ്റെ ആദ്യ ഗോൾ അദ്ദേഹത്തിൻ്റെ വകയായിരുന്നു. കഴിഞ്ഞില്ല 13-ാമത്തെ മിനിറ്റിൽ കമവിംഗയുടെ ഗോൾ വരുന്നു. 28-ാമത്തെ മിനിറ്റിൽ ആർദ ഗ്യൂളറുടെ ആദ്യ ഗോൾ. അതോടുകൂടി, അതായത് മത്സരം അരമണിക്കൂർ ആകും മുമ്പ് തന്നെ മിനേറയെ അവർ തകർത്ത് കഴിഞ്ഞിരുന്നു. ചെറിയ ടീമാണ്, സ്വാഭാവികമായിട്ടും ഈസി ഔട്ടിംഗ് പ്രതീക്ഷിച്ചാണ് റയൽ ഇറങ്ങുന്നത്. അത് അവർ കളിക്കളത്തിൽ നടപ്പാക്കി എന്നർത്ഥം. രണ്ടാം പകുതിയിൽ 55-ാമത്തെ മിനിറ്റിൽ ലൂക്ക മോഡ്രിച്ചിൻ്റെ ഗോൾ വരുന്നു. 88-ാമത്തെ മിനിറ്റിൽ ഗ്യൂളറുടെ രണ്ടാമത്തെ ഗോളും വന്നതോടെ ഏകപക്ഷീയമായ 5 ഗോളുകളുടെ തകർപ്പൻ ജയം ആഘോഷിക്കുകയായിരുന്നു റയൽ മാഡ്രിഡ്. ഇനിയിപ്പോൾ സൗദി അറേബ്യയിലേക്ക് പറക്കും റയൽ. സൗദി അറേബ്യയിലാണ് സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ സെമി ഫൈനൽ മത്സരം കളിക്കാനുള്ളത്. ജിദ്ദയിൽ റയൽ മാഡ്രിഡും മയോർക്കയും തമ്മിലുള്ള കളി ജനുവരി 9-നാണ് എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായി ജനുവരി 10-ന് പുലർച്ചെ 12:30-നാണ് ആ കളി നടക്കുക. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.